മലയാള സിനിമാ നാടകശാഖയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകിയ പോയ തലമുറയിലെ ശ്രദ്ധേയായ ഒരു കലാകാരി ഇവിടെ ജീവിക്കുന്നു. മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിൽ ഒരാളാണിത്. അഭിനേത്രി മാത്രമായിരുന്നില്ല, പിന്നണി ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായിരുന്നു. കലാലോകത്തെ ബഹുമുഖ വ്യക്തിത്വത്തിനുടമ കൂടിയാണ് ഇവർ. ഇത് CS രാധാദേവി. സിനിമയ്ക്കും നാടകത്തിനുമപ്പുറം രാധാദേവി ഇപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. റേഡിയോ ഗായിക എന്ന നിലയിലാണ് പ്രശസ്തി. ഇവിടെ ശ്രുതിമധുരമായ തൻ്റെ ഇന്നലകൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കുട്ടിക്കാലത്ത് ഒരു 7 വയസ്സ് തൊട്ട് പാട്ട് പാടും, ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കൂടുതലില്ലാത്തതുകൊണ്ട് അക്കാഡമി കൊണ്ട് ചേർത്തു. അപ്പോൾ ഒരു 13 വയസ്സൊക്കെ വരും. അന്ന് തൊട്ടേ കലാകാരിയാകാനുള്ള ചാൻസുകൾ നമുക്ക് കിട്ടി. അച്ഛൻ കഥകളിപ്പദം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ കഥകളിക്ക് ആളുകൾ വരുമ്പോൾ അവരുടെ കൂടെ പോയി പാടിയെടുക്കുകയും അങ്ങനെ അച്ഛന് പാട്ടിൽ താല്പര്യമുണ്ട്. അമ്മയാണെങ്കിൽ വയലിൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും താല്പര്യമുണ്ട്. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അച്ഛൻ്റെ സഹോദരിമാരെല്ലാവരും പാട്ടുകാരാണ്, എല്ലാവരും പാട്ട് പഠിച്ചവരാണ്. അങ്ങനെയാണ് ഈ താല്പര്യം കൂടുതൽ എനിക്കുണ്ടായത്. പിന്നെ അന്നൊക്കെ ഈ റെക്കോർഡൊക്കെ നമ്മൾ ഗ്രാമഫോൺ പോലെ ഇട്ടിട്ട് അങ്ങനെ ആ പാട്ട് കേട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പാട്ടിലോട്ട് താല്പര്യം വന്നപ്പോഴത്തേക്ക് ഡാൻസും പാട്ടും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ പഠിത്തത്തിലോട്ടുള്ള അധികം നോട്ടം ഇല്ലാതെയാണ് എന്നാൽ ഇവിടെ അക്കാഡമി ചേർക്കാം, അങ്ങനെ കൊണ്ടുവന്ന് അക്കാഡമി ചേർത്തു. ആ സമയത്താണ് ഈ ആട്ടറ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ അടുത്താണ്, വഞ്ചൂര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ പാട്ടും ഇതുമൊക്കെ ഞാൻ ദിവസവും കേൾക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒരു പടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വിടുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, പഠിക്കുകയാണ്, എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്. അത് സാരമില്ല, നമുക്ക് പിന്നെയും പഠിക്കാമല്ലോ, ഇങ്ങനൊരു ഇതൊരു ചാൻസാണ്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ചു. അങ്ങനെ മദ്രാസിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പിന്നെ മോഹിനിയിലെ ഇളയ ഒരു കുട്ടിയുടെ റോളായിട്ടുള്ള. അപ്പോൾ അതിൽ പാട്ടുണ്ട്, ഡാൻസുണ്ട്, എല്ലാം അറിയാവുന്നൊരു കുട്ടിയാണ്. അങ്ങനെ അത് പാട്ടെല്ലാം ഞാൻ തന്നെ പാടി റെക്കോർഡ് ചെയ്തു. അവിടെ നാഗൂർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അയാൾ പറഞ്ഞ പോലെയൊക്കെ പാട്ട് പാടി ഡാൻസ് ചെയ്തു. അങ്ങനെ ആ പടം ഏകദേശം ഒരു 3/4 തന്നെ ഇവർ തമ്മിൽ പാർട്ട്ണർ തമ്മിൽ എന്തുണ്ടായി, അതവിടെ വെച്ചങ്ങ് നിർത്തി. അപ്പോൾ ആ പടം വെളിയിലോട്ടിറങ്ങില്ല, പാട്ടൊക്കെ വെളിയിലിറങ്ങി. ബാല്യം കടക്കും മുൻപേ സിനിമയിലെത്തിയതാണ് രാധാദേവി. സംഗീത വിദ്യാർത്ഥിനിയായിരിക്കുന്ന കാലത്ത് 13ാമത്തെ വയസ്സിലാണ് സിനിമയിലെ അരങ്ങേറ്റം. പാട്ടുകാരിയായി അറിയപ്പെടണമെന്ന് മോഹിച്ച ആൾക്ക് ചലച്ചിത്ര മേഖല അതിനും അപ്പുറത്തുള്ള ഭാഗ്യങ്ങളാണ് നൽകിയത്. ആദ്യ സിനിമയിൽ പാടിയും അഭിനയിച്ചു. ആദ്യ ചിത്രത്തിലൂടെ രാധാദേവിയിലെ പാട്ടുകാരി പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. 13 വയസ്സിൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഡോക്ടർ പുതുവാളെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഡാൻസിനൊന്ന് പാടിക്കൊടുക്കണം. അവിടെ ചെന്ന് ഒരു പദമൊക്കെ പാടിക്കൊടുത്ത് ഡാൻസ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകളൊക്കെ കൂടെ ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ പോലെ ഒരു ഇതുണ്ട്, അണ്ണാമല കേരള സമാജം. അപ്പോൾ അതിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അന്ന് പിന്നെ പാടാനുള്ള താല്പര്യം കൊണ്ട് പങ്കെടുക്കാൻ ഒരു വിഷമവും ഇല്ല. എന്താ പാടേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് കീർത്തനം പാടാം. അന്ന് ഈ ലൈറ്റ് മ്യൂസിക്കൊന്നും ഇല്ലല്ലോ, ഈ സിനിമാ ഗാനങ്ങൾ ശാകുന്തളം നടക്കുന്ന സമയമാണ്. ശകുന്തളയിൽ 1-2 പാട്ട് പാടി, ക്ലാസിക്കൽ ഒരു പദം അത് പാടി. അങ്ങനെ അവിടെയുള്ള കുട്ടികളും പാടി, നമ്മളും പാടിയെങ്കിലും എനിക്കൊരു സ്വർണ്ണ മെഡൽ കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന ഉടൻ തന്നെ നമ്മുടെ TN സാറുണ്ടല്ലോ, ഗോപിനാഥൻ നായർ സാറ്, അപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരത്തിലൊരു നാടകമുണ്ട്. ആ നാടകം പരിവർത്തനം. റിഹേഴ്സലിനൊക്കെ പോയി കൊട്ടാരത്തിൽ ചെന്ന് കളിച്ചു. അവിടുന്ന് ഈ പൊന്നാട കസവ് മുണ്ട് ഇതുമൊക്കെ തന്നു, പ്രസൻറ്റേഷനൊക്കെ തന്നു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത്രയും കാര്യങ്ങൾ ഈ 13 വയസ്സിലാണ് നടക്കുന്നത്. മുരളി മുരളി നീ രാധാമാനസഹാരി. മലയാള സിനിമയുടെ ശൈശവകാലത്തായിരുന്നു രാധാദേവിയുടെ സിനിമയിലെ തുടക്കം.
ചലച്ചിത്ര രംഗത്ത് പ്രഗത്ഭരായ ഒരുപറ്റം കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൂട്ടായ്മ ഉണ്ടായിരുന്ന അക്കാലത്ത് അരങ്ങേറ്റം കുറിക്കാനായത് ഈ കലാകാരിക്ക് അനുഗ്രഹമായി. സിനിമ ഇവരിലെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കുകയും ചെയ്തു. അഭിനയവും പാട്ടും ഒത്തുകൊണ്ടുപോകാൻ പ്രയത്നിക്കുമ്പോഴും രാധാദേവി മനസ്സുകൊണ്ട് ഏറെ അടുത്തു നിന്നത് സംഗീതത്തോടൊപ്പമായിരുന്നു. മുരളി മുരളി നീ രാധാമാനസഹാരി. അഭിനയിക്കാൻ പോയപ്പോഴേ ഞാൻ അവിടെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, രാമനാഥ ഭാഗവർ. പിന്നെ ഒരു സിനിമയിൽ ഡാൻസ് കിട്ടി, തമിഴ് സിനിമയിൽ. ഇവിടുന്ന് തന്നെ ഇന്ദിരാബായി തങ്കച്ചി ഞാനും കൂടെ അങ്ങനെ അവിടെ ഡാൻസ് അതിനും പോയിട്ടുണ്ട്. അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു 10-17 വയസ്സായപ്പോഴാണ് നമ്മുടെ തിക്കുറിശ്ശി ചേട്ടൻ്റെ സ്ത്രീ സിനിമ അതിൽ അഭിനയിക്കാൻ വിളിച്ചു. അങ്ങനെ അത് അഭിനയിക്കാൻ പോയി. അതുവരെ ഇങ്ങനെ കലാപരമായിട്ട് പഠിക്കുകയും വീട്ടിൽ ഭാഗവരെ എഴുതി പഠിപ്പിക്കും, കഥകളിപ്പത എല്ലാം അച്ഛൻ പഠിപ്പിക്കും. അതങ്ങനെ പഠിച്ച് പാട്ട് മിക്കവാറുമുള്ള പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്ത്രീയിലൊരു ഗ്രാമീണ കന്യക, അതായത് സ്ത്രീയുടെ 2 വശം, ഒന്ന് പരിഷ്കാരി, ഒന്ന് ഗ്രാമീണ കന്യക. ഗ്രാമീണ കന്യയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എൻ്റെ കൂടെ അഭിനയിച്ചത് വി ടി അരവിന്ദാക്ഷൻ മേനോൻ.